പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സ്നേഹിതരെ, ഇന്നത്തെ സുവിശേഷ പ്രസംഗം നേരെ സുവിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. നമ്മൾ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായം 44 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷ സന്ദേശമായി നാം വായിച്ചു കേട്ടത്. രാജ്യം അത് ഒരു അമൂർത്തമായ അദൃശ്യമായ ഒരു സങ്കല്പമാണ്. ഭൗതികമായി രാജ്യത്തെ ചക്രവർത്തിമാരെ അവരുടെ സാമ്രാജ്യം എന്ന് പറയും. അലക്സാണ്ടർ ചക്രവർത്തി അവരുടെ സാമ്രാജ്യം, ഹെറോദസ് ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം, ലിബിയയിൽ ഏകദേശം 42 വർഷം ഏകാധിപതിയായാണ് കേണൽ ഗദ്ദാഫി. അദ്ദേഹം ലിബിയ എന്ന രാജ്യമായി കണക്ക് കൂട്ടി. ദൈവപുത്രൻ ഈ സ്വർഗരാജ്യം എന്ന് പറയുന്നത് എന്താണെന്ന് അത്ര വ്യക്തമല്ല. അങ്ങനെ അമൂർത്തമായ അദൃശ്യമായ അതിഗഹനമായ ആശയം ഉൾക്കൊള്ളുന്ന തൻ്റെ സ്വർഗരാജ്യം എന്ന സങ്കല്പം പല കാര്യങ്ങളോട് ഇങ്ങനെ ഉപമിച്ചുകൊണ്ട് യേശു വർണ്ണിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. അതിൽ മത്തായി ശ്ലീഹ യേശു പലപ്പോഴായി പറഞ്ഞ ഉപമകളെല്ലാം ക്രോഡീകരിച്ച് സമാഹരിച്ച് 13-ാം അധ്യായത്തിൻ്റെ ഒരു പ്രസംഗ ശൈലിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. മത്തായി ശ്ലീഹ സുവിശേഷകൻ രചിച്ചത് യഹൂദർക്ക് വേണ്ടിയാണ്. യഹൂദനായ മത്തായി ശ്ലീഹ യഹൂദർക്ക് വേണ്ടി സുവിശേഷം രചിച്ചപ്പോൾ തോറ അഥവാ നിയമം എന്ന് പഴയ നിയമത്തിൽ അറിയപ്പെടുന്ന ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം എന്ന 5 ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്നത് പോലെ മത്തായി ശ്ലീഹ തൻ്റെ സുവിശേഷം 5 ഭാഗങ്ങളായിട്ട് തിരിക്കുകയാണ്. അതിൽ ഒന്നാണ് മലയിലെ പ്രസംഗത്തിൽ നിന്ന് ആരംഭിക്കുന്ന 5, 6, 7 അധ്യായങ്ങൾ. 13-ാം അധ്യായം സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള ഉപമകളാണ്. കുറേയേറെ കൊച്ചു ഉപമകൾ ഇങ്ങനെ പറഞ്ഞങ്ങനെ പോകുന്നുണ്ട്. അതിലൊന്ന്, സ്വർഗരാജ്യം വലയ്ക്ക് തുല്യമാണ്. കടലിൽ എറിയുന്ന വലയ്ക്കുള്ളിൽ നല്ല മത്സ്യങ്ങളുണ്ടാകാം, ചീത്ത മത്സ്യങ്ങളുണ്ടാകാം. കരയ്ക്കിരുന്നവർ നല്ല മത്സ്യങ്ങൾ തിരഞ്ഞെടുക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിഞ്ഞു കളയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നിധിയുടെ ഉപമ. ഒരാളൊരു വലിയ നിധി കണ്ടെത്തിയെന്ന് കരുതുക. പോയി തനിക്കുള്ള മറ്റെല്ലാം വിറ്റ് അതുകൊണ്ട് കിട്ടുന്ന പണം കൊണ്ട് മുഴുവൻ ഈ നിധിയിരിക്കുന്ന ഭൂമി വാങ്ങാനായിട്ട് അദ്ദേഹം പരിശ്രമിക്കുന്നു. അതിന് സദൃശ്യമാണ് സ്വർഗരാജ്യം. മറ്റൊന്ന്, കടുകുമണിയുടെ ഉപമയിലൂടെ ഒരു ചെറിയ വിത്ത് തഴച്ചു വളർന്ന് ഏകദേശം കുറ്റിച്ചെടി ഇനത്തിൽ വർഗമായിട്ട് മാറുന്നുണ്ട്. അത് വേറൊരെണ്ണം. പിന്നെ സ്വർഗരാജ്യത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ എടുക്കുന്ന ഉപമകളൊക്കെ പ്രതീകങ്ങളാണ്. അക്ഷരാർത്ഥത്തിൽ അപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ പ്രതീകങ്ങളാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കവിതയുടെ അവസാന ഭാഗം പിടിച്ചുകൊണ്ട് ഞാൻ വളരെ ചെറുതായി ഒരു പ്രസംഗത്തിൽ ഒതുക്കാൻ പരിശ്രമിക്കാനെന്ന്. കല്ലുകൾ പ്രതിരൂപമാണ്. അത് സങ്കല്പത്തിലുപരി നമുക്ക് നേരിട്ട് കണ്ടറിയാവുന്ന കല്ലുകളാണ്. അതിനെ വർണ്ണിക്കുമ്പോൾ കല്ലുകൾ ചിഹ്നിച്ച് തിരക്കിടക്കുന്ന വഴിത്താരയിൽ ഈ വഴിയാകവേ കല്ലുകൾ. എന്നിട്ട് കല്ലുകളെ വർണ്ണിക്കുന്നുണ്ട്. രാത്രിയെപ്പോലെ തിളയ്ക്കുന്ന കല്ലുകൾ, സന്ധ്യയെപ്പോലെ തുടുത്ത കല്ലുകൾ, ഭൂമി അളന്ന് തിരിക്കുവാനിട്ട കല്ലുകൾ, ആരുടെയോ മോക്ഷദായക സ്പർശം കാത്തുകിടക്കുന്ന കല്ലുകൾ, എല്ലാം ഭൂമി വെച്ചിട്ട ചാപ്പിള്ളകൾ, പാപമാവും വേശ്യയെ ശിക്ഷിക്കുവാൻ 2 പാപികളാൽ എറിയപ്പെട്ട കല്ലുകൾ, നാട് നന്നാക്കാൻ ഇറങ്ങിത്തിരിച്ചവർ തൻ വനരോധനം നെഞ്ചിൽ പകർത്തിയ കല്ലുകൾ, ആ വേദന ഏറ്റുവാങ്ങിയ വ്യക്തികളുടെ ഹൃദയത്തിലൂടെ കടന്നുപോയ കല്ലുകൾ, ശരീരത്തിലേറ്റ കല്ലുകൾ, മാറു തുറന്നതിന് ആർദ്രത
ആര് കണ്ടു? അവസാനം കടക്കുമ്പോൾ പിന്നെ പറയുന്ന ആശയങ്ങൾ വളരെ രസകരമായിട്ടുള്ള ആശയങ്ങളാണ്. പ്രതീകങ്ങൾ അവിടെ അവസാനിപ്പിക്കാതെ വീണ്ടും അടുത്തൊരാശയത്തിലേക്ക് അദ്ദേഹം ജമ്പ് ചെയ്യാണ്, അങ്ങ് ചാടി കയറ്റി പിടിച്ച് കൊണ്ടുപോവാണ്. എന്നിട്ട് പറയാണ്, ആരുണ്ട് ഇവയ്ക്ക് ഉയർ നൽകുവാൻ? ആരിതിൻ മൗനത്തെ സംഗീതമാക്കുവാൻ? ആരുണ്ട് കല്ല് കടഞ്ഞ് അഗ്നിയാക്കുവാൻ? ആരിതിൻ മൗനത്തെ സംഗീതമാക്കുവാൻ? ചുറ്റികയായി കല്ലുള്ളിയായി വരൂ ശിവശക്തികളെ, ഈ ശിലകളിൽ ആടുവിൻ, ഇവയിൽ കരഞ്ഞു പിറക്കട്ടെ സർഗസംഹാര വിരുദ്ധരാ മുന്നികൾ. കല്ലുകളുടെ പ്രതീകം മാറി ഒരു തലത്തിലേക്ക് കൂടി ഉയർന്ന് ഒരു വെല്ലുവിളിയോടെ അത് അവസാനിപ്പിക്കുമ്പോൾ യേശു വളരെ വ്യക്തമായിട്ട് പറയും, സ്വർഗരാജ്യത്തിൻ്റെ മഹത്വം ഇതുപോലെ തന്നെയാണ്, മനസ്സിലാക്കാനും സാധിക്കും. അതുകൊണ്ടാണ് കൊച്ചു കൊച്ചു ഉപമകളിലൂടെ ഒരു 13-ാം അധ്യായത്തിൽ ചുരുങ്ങിയതിൽ 10 ഉപമകളുണ്ടാവും. അത് പലയിടത്തായിട്ട് മറ്റു സുവിശേഷങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ മത്തായി ശ്ലീഹ എല്ലാം സമാഹരിച്ച് ക്രോഡീകരിച്ച് ഒരുമിച്ച് കൃത്യമായിട്ട് നമുക്ക് നൽകുമ്പോൾ യേശു പറഞ്ഞു പോയി ഇതൊക്കെ തലക്കെട്ടുകളായിട്ട് വരുമ്പോൾ ഒരു അധ്യായം എന്നറിയാൻ മാത്രമുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട സന്ദേശത്തിലേക്ക് വീണ്ടും വരുന്നു. നമ്മുടെ ജീവിത വഴിത്താറയിൽ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ സാമീപ്യം അടുത്തറിയുന്ന നമ്മൾ, ആ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി കടപ്പെട്ട നമ്മൾ, ആ സ്വർഗരാജ്യം മറന്ന് ഉപേക്ഷിച്ചിട്ട് മറ്റ് ഭൗതിക സാമ്രാജ്യത്തിലേക്കോ രാജ്യത്തിലേക്കോ പോകാതിരിക്കാൻ വേണ്ടി യേശു ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, സ്വർഗരാജ്യം ഈ വലയ്ക്ക് തുല്യമാണ്, പ്രതീകമാണ്. സ്വർഗരാജ്യം ഈ നദിക്ക്, ഈ രത്നത്തിന് തുല്യമാണ്. സ്വർഗരാജ്യം ഈ നിധിക്ക് തുല്യമാണ്. സ്വർഗരാജ്യം ഈ കടുകുമണിക്ക് തുല്യമാണ്. സ്വർഗരാജ്യം ഈ വരയ്ക്ക് ഉപയോഗം. ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്ന എല്ലാ ഉപകളുടെ സന്ദേശം സ്വർഗരാജ്യം ഇന്നോ ഇന്നലെയോ നാളെയോ വരാമെന്നോ വരുമെന്നോ യേശു പറയാതെ നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ സ്വർഗരാജ്യത്തെ കണ്ടെത്തുക. ആ സ്വർഗരാജ്യത്തെ വിപുലമാക്കാൻ പരിശ്രമിക്കുമ്പോൾ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള കുടുംബം, ആ കുടുംബത്തിൻ്റെ നാഥൻ എന്ന നിലയിൽ, കുടുംബത്തിൻ്റെ നാഥ എന്ന നിലയിൽ, യുവാവെന്ന നിലയിൽ, യുവതി എന്ന നിലയിൽ, ബാലന്മാരെന്ന നിലയിൽ, ബാലികമാരെന്ന നിലയിൽ, അപ്പൂപ്പന്മാരെന്ന നിലയിൽ, അപ്പൂപ്പന്മാരെന്ന നിലയിൽ, ഇങ്ങനെ കുറേയേറെ സങ്കല്പങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നിടത്ത് ആരുണ്ട് ഈ ശിലാപ്പാടികളെ ചാരുശില്പങ്ങളാക്കാൻ? നമ്മുടെ കുടുംബജീവിതത്തെ ചാരുശില്പങ്ങൾ, ആകർഷണീയമായ ചിത്രങ്ങളാക്കാൻ, നമ്മുടെ കുടുംബജീവിതത്തെ കല്ലുടിയായി ചുറ്റികയായി വന്ന് ഈ ശിലകളിൽ ആരിക്കഴിയുമ്പോൾ ഇവയിൽ കരഞ്ഞു പിറക്കും സർഗസംഹാര ബിരുദരാമുണ്ടികൾ. എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ രാജ്യമാണ്. ദൈവത്തിൻ്റെ രാജ്യമാണ് സ്വർഗരാജ്യം. സ്വർഗരാജ്യത്തിന് അവകാശികളാകാൻ വേണ്ടി നാം എന്തെല്ലാം ചെയ്യണമെന്ന് ഈശോ മറ്റ് പലയിടങ്ങളിലായി പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ സാമ്രാജ്യം, സ്വർഗരാജ്യം, അത് നമ്മുടെ കൂടി രാജ്യമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിനകത്തൊരു സീറ്റ് റിസർവ് ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിക്കും ആത്മാർത്ഥമായി. കാരണം ദീർഘയാത്രകൾക്കൊക്കെ ഇപ്പോൾ 5-8 മാസം മുൻപേ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പോലും ഇരട്ടിയും അതിനിരട്ടിയും ഒക്കെ യാത്ര കൂലി വാങ്ങുന്ന വിമാന കമ്പനികളുണ്ട്. ദിവസങ്ങളോട് അടുക്കും തോറും അതിൻ്റെ ബുക്കിംഗ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ റേറ്റിങ്ങും കൂടിക്കൊണ്ടിരിക്കും. ഇതുപോലെ നാം സങ്കല്പത്തിൽ കണ്ട ഈ ദൈവരാജ്യം നമുക്ക് സമീപത്താണെന്നും അല്ല, അത് നമ്മളിലാണെന്നും മനസ്സിലാക്കുമ്പോൾ ആ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാനായിട്ട് ഓരോരുത്തരും ഇറങ്ങിത്തിരിക്കുന്നു. അവരവരുടെ ജീവിത മാതൃകയിലൂടെ ഒരു മാർപ്പാപ്പ, മേജർ ആർച്ച് ബിഷപ്പ്, കർദിനാൾമാർ, മെത്രാന്മാർ, സഹായ മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, സന്യാസിനികൾ, യുവാക്കൾ, യുവതികൾ, അൽമായർ, അൽമായ സഹോദരന്മാർ, അൽമായ സഹോദരിമാർ, ബാലന്മാർ, ബാലികമാർ, ഇവരുടെയൊക്കെ കൂട്ടായ പരിശ്രമം കൊണ്ട് എൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ രാജ്യം, അതെൻ്റെ കുടുംബമാണ്. അതിൽ ഞാൻ അതിൻ്റെ പ്രചാരകനായി, ആ ആശയത്തെ ഉൾക്കൊള്ളുന്നവനായിട്ട് ഈ സ്വർഗരാജ്യത്തെ എൻ്റെ വീടിനെ തുല്യമാക്കി തീർക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം ധന്യമാകുമെന്നും അങ്ങനെയുള്ള ധന്യമാക്കാനുള്ള അനുഗ്രഹം
നമുക്ക് നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.